കാഴ്ചകൾ മങ്ങിയേക്കാം, എന്നാൽ കാഴ്ചപ്പാടുകൾ സുദൃഢവും സുവ്യക്തവുമാവണം. സുദൃഢവും സുവ്യക്തവുമായി ഹസോൺ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസന അധിപനും ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനും അഖില മലങ്കര മദ്യവർജന സമിതിയുടെ പ്രസിഡന്റുമായ അഭിവന്ദ്യ യോഹന്നാൻ മാർ പോളികാർപ്പോസ് തിരുമേനിയാണ്. അഭിവന്ദ്യ തിരുമേനിയെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഹസോണിന്റെ ഈ അധ്യായത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്കമാലി ഭദ്രാസനത്തിന്റെ ഇടയനായിട്ട് ഏകദേശം 1.5 പതിറ്റാണ്ട് പിന്നിട്ടു. സഭയുടെ പല സമിതികളിലും അഭിവന്ദ്യ തിരുമേനി അധ്യക്ഷനായിരുന്നു. പിന്നിട്ട നാൾവഴികളിൽ എന്തൊക്കെയാണ് തിരുമേനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാമോ? പരിശുദ്ധ സഭയുടെ പ്രതിസന്ധി ഘട്ടമായിരുന്നല്ലോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നതല്ല. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ രൂക്ഷതയുള്ള മേഖലയിലായിരുന്നു എന്ന് അറിയാമല്ലോ. അതിൻ്റെതായ പ്രതിസന്ധികളും അതിൻ്റെതായ വേദനകളും ആവികളും ചൂടുമൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാലും ദൈവം നടത്തി. അതിനേക്കാൾ ഉപരി അവിടെ ആ ഖബറടങ്ങിയിരിക്കുന്ന 4 പിതാക്കന്മാരുണ്ട് കേട്ടോ. അവർ 4 പേരും മാതൃകാ ജീവിതം നയിച്ചവരാണ്. ഒന്നാമത്തെ പിതാവിനെ അങ്കമാലിയിലാണ് അടക്കിയിരിക്കുന്നത്, അമ്പാട്ട് തിരുമേനി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, കുർലോസ് തിരുമേനി. രണ്ടാമത്തെ പിതാവ് കോട്ടയത്തിൻ്റെ ചുമതല വഹിക്കുന്ന സമയത്ത് തന്നെയാണ് അമ്പാട്ട് തിരുമേനി കാലം ചെയ്തപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്ത ആളാണ്. അതും പ്രാർത്ഥന നമുക്കറിയാം. കോട്ടയത്തെ അദ്ദേഹത്തെക്കുറിച്ച് പലരെയും കണ്ടെത്തിയ ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം, നമ്മുടെ നേർനിരയിലുള്ള ഇന്നത്തെ ആളാണ്. അദ്ദേഹം മാത്രമാണ് സത്യത്തിൽ നമ്മുടെ സഭയുടെ അല്ലെന്ന് പറയാം. അത് പറയുന്നെങ്കിൽ തന്നെ അതിന് പ്രശ്നമുണ്ട്. അവിടെ വിഭാഗീയത ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെ നിന്നു എന്നൊഴിച്ചാൽ അദ്ദേഹം നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, മാതൃകയുള്ളവനായിരുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ പോരുവച്ചന് എപ്പോഴും വലിയ തിരുമേനി എന്ന് പറയുമ്പോൾ ആരും നാക്കാറ്. അദ്ദേഹത്തെ സെയിൻ്റായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണ്. പിന്നെ വൈലിപ്പറമ്പിൽ തിരുമേനി, പറമ്പിൽ തിരുമേനി ഒത്തിരി കഷ്ടപ്പെട്ട് അന്ന് നമുക്ക് ഇപ്പം അവിടുന്നൊക്കെ പണം ഇഷ്ടം പോലെ കിട്ടും. പണമില്ലാത്ത കാലത്ത് അവിടെ നന്നായി വർക്ക് ചെയ്ത ആളാണ്. ഭരണഘടന പാസ്സാക്കണമെന്ന്, ഓരോ പള്ളികളും പാസ്സാക്കണമെന്ന് ഓർത്തഡോക്സ് സഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന തിരുമേനിമാരോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാരോ അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ വയലിപ്പറമ്പ് തിരുമേനി കൽപ്പന ഇറക്കി നടപ്പാക്കിയിരിക്കണം. അതിനോട് പലരും വിയോജിക്കുകയും അദ്ദേഹത്തെ പള്ളികളിൽ കയറ്റാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ പള്ളികളിൽ പലരും കയറ്റാതിരിക്കും. ഇന്നത്തെയാണ് നമ്മുടെ കല്ലുവരക്കൽ തിരുമേനി എന്ന് പറയുന്ന തിയോഫിലസ് തിരുമേനി. അദ്ദേഹം നമുക്കറിയാം, സത്യത്തിൽ നമ്മുടെ അംബാസഡറാണ് അദ്ദേഹം. അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞൊരു സഭയെ ലോകം മൊത്തം ഒന്ന് അറിയിച്ച ആളാണ്. കല്ലുവരക്കൽ തിരുമേനിയും അതുപോലെ തന്നെ തിരുവോർസ്, അതിൽ കല്ലുവരക്കൽ തിരുമേനി, അതായത് ഫിലിപ്പോസ് മാർത്തോസ് തിരുമേനി കവറടങ്ങിയിരിക്കുന്നത്. അപ്പൊ 4 പേരും ഒന്നിനൊന്നും മെച്ചമാണ്. അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ ധാരാളം രുചിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മധ്യസ്ഥത ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളെ അതിജീവിച്ചു. അതിനുദാഹരണമാണ് സത്യത്തിൽ ആ പള്ളി നമുക്ക് കിട്ടിയത്. ഒരു സമരവും ഒരു ബഹളവും നടത്തിയില്ല. പലരും ഒത്തിരി ബഹളമൊക്കെ വെച്ചെങ്കിലും അതല്ലാതെ തന്നെ നമുക്ക് കിട്ടിയതാണ് പ്രാർത്ഥനയുടെ ബലത്തിൽ. അങ്കമാലി ഭദ്രാസനത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇനി നടക്കുവാനായിട്ടുള്ളത്? അങ്കമാലി ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി മെത്രാപ്പൊലീത്തന്മാരുടെ സാന്നിധ്യം കുറവായിരുന്നു. ഒന്നാമത് തിയോഫിലസിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷമാണ്. തിയോഫിലസ് തിരുമേനി വലിയ സ്വപ്നക്കാരനായിരുന്നു. കോതമംഗലം ഹോസ്പിറ്റൽ ഒരു വലിയ ആശുപത്രിയാണെന്ന് വിചാരിച്ച് കല്ലിട്ട ആളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു കാലം ചെയ്യുന്നതിന് 10-15 വർഷം മുതൽ ബോംബെയുടെ വികസനമായിട്ട് പോവുകയായിരുന്നു. കാരണം അത് അവിടെ നടക്കുകയുള്ളായിരുന്നു.
അതിനപ്പുറയോട്ട് അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതിനുശേഷം അവിടെ ഒരു മെത്രാപ്പോലീത്ത സ്ഥിരമായിട്ടുണ്ടായിരുന്നോ എന്ന് സംശയം. കാരണം പക്കോമീസ് തിരുമേനി വന്നു, ബർന്നബാസ് തിരുമേനി വന്നു, അവരൊക്കെയും വേറൊന്നിൻ്റെ ചുമതലക്കാരായിരുന്നു. അവർക്കൊക്കെ ആയിരുന്ന സ്ഥലങ്ങളിൽ വർക്കുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രഗത്ഭനായിട്ട് വന്ന ആളാണ് തൃശ്ശൂരെ മിൽത്തിയോസ് തിരുമേനി. അദ്ദേഹവും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തെ 2 വർഷം കൊണ്ട് അവിടുന്ന് എല്ലാവരും കൂടെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ പിന്നെ വന്നത് അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. യോണച്ചനായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ. അവിടെ ഒന്നും ഇല്ലാതിരുന്ന സ്ഥലത്ത് അത് സംഭവിച്ചത് പ്രശ്നങ്ങളെപ്പോഴും യുദ്ധഭൂമി പോലെ ഒരു അവസ്ഥയായിരുന്നു അങ്കമാലി ഭദ്രാസനം. അതുകൊണ്ട് ഒന്നും നടന്നില്ല. പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നല്ലോ തിരുമേനി. എന്നാൽ ഇന്ന് സഭയിൽ യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം എല്ലാ മേഖലകളിലും കുറവാണ് കാണുന്നത്. എന്തായിരിക്കും അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് തിരുമേനിക്ക് തോന്നുന്നത്? യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് 7 വർഷമുണ്ട്. ഒരു 2-3 മുഖാമുഖം പരിപാടി എല്ലാ ഭദ്രാസനങ്ങളും നടത്തിയിട്ടുണ്ട്, ഭാരവാഹികളും ഞാനും കൂടെ. പക്ഷെ അവരുടെ സങ്കടം പലപ്പോഴും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നവമാധ്യമങ്ങൾ ഉടലെടുത്ത് വന്നത്. പലരും അതിന്റെ ഉപയോഗം വളരെ മോശമാകുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അംഗങ്ങൾ മറ്റു സഭയിലെ ആൾക്കാരെ അറ്റാക്കിന് പോകും. ഒരാൾ പറഞ്ഞു, ഇന്നും കരഞ്ഞോണ്ട് ഓർക്കുന്നുണ്ട്, ഒരു സഭയുടെ പേര് പറഞ്ഞിട്ട് ആ സഭയിലെ ഒരു വിഷയം ഈ അടുത്തിടെ എടുത്തിട്ടു. ഒരാൾ അനവസരത്തിൽ ചെയ്തതാണ്. പക്ഷെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 50 പേരെങ്കിലും കുറുവടിയുമായിട്ട് വന്ന് തല്ലുന്ന മട്ടിലാണ് അയാളെ ഒതുക്കിയത്. ഒരു ഒരുക്കമോ അല്ലെങ്കിൽ മുന്നൊരുക്കം ഒന്നുമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു എന്ന് വേദനാജനകമായിട്ട് കാണുന്നു. പിന്നെ ചെറുപ്പക്കാരെ ഇവിടെ കിട്ടുന്നില്ലെന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അവർ 12th കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകും. കഴിവ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന മിക്കവാറും പേരും അവിടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആൾക്കാർ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ കണ്ണ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് വെക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ പണ്ട് മിലിറ്ററിയിലൊക്കെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യയിൽ IAS-ഉം IPS-ഉം പാസ്സായ അനേകം ഉദ്യോഗസ്ഥന്മാര് എനിക്കറിയാം. ഞാൻ അവിടെ ഡൽഹിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്ന കാലത്ത് അവിടെ അന്ന് ഫരീദാബാദിൽ പോലും, അതായത് മെയിൻ പള്ളിയുണ്ട്, അവിടെ പോലും ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് കുറഞ്ഞു പോകുന്നത് 12th കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ഔട്ട്സൈഡ് ഇന്ത്യ മാത്രം. അത് അപകടം വിളിച്ചു വെക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നത്. അഭിനന്ദ തിരുമേനിയാണല്ലോ മലങ്കര സഭയുടെ മധ്യവർജന സമിതിയുടെ അധ്യക്ഷൻ. എന്നാൽ ഈ സമിതി ഭദ്രാസന തലങ്ങളിലോ ഇടവതലങ്ങളിലോ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ മധ്യവർജന സമിതി ഇന്ന് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും ഒക്കെ ലഹരിക്ക് ഒരുപാട് പേര് അടിമപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സമിതിക്ക് എന്ത് ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ ഈ സമിതിയെ കൊണ്ട് എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഈ വ്യവസ്ഥയ്ക്കൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്? മധ്യവർജനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഈ പറയപ്പെടുന്ന ലഹരിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ പല മത ഭ്രാന്തന്മാർ ശ്രമിക്കുന്നുമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അത് ഭാവിക്ക് സമൂഹത്തിന് അപകടമായിരിക്കും. അത് വേണ്ടതും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇപ്പം തന്നെ ലഹരിക്ക് വേണ്ടി ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ സംവിധാനമാണ്, അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. പിന്നെ മധ്യവർജനമാണ് വേറെ ഉള്ളത്. അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് അടിത്തട്ടിൽ ആലോചനകളുണ്ട് എന്നേ പറയാനൊക്കെയുള്ളൂ.